ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഞാനെന്നുണ്ടല്ലേ ഒരു അടിപൊളി ബിരിയാണിയും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നല്ലൊരു അടിപൊളി ദം ബിരിയാണിയും ആക്കിന്. അതിൻ്റെ ഒക്കെ എൻ്റെ കുറച്ച് ബിസിനസ്സിൻ്റെതും അതും കാണിക്കുന്നു. പിന്നെ എൻ്റെ സുബൈക്ക് എണിച്ചപാട് നാഷ്ടത്തിൻ്റെതും കാണിക്കുന്നു. അങ്ങനെ ഞാൻ എണിച്ചപാടുണ്ടല്ലേ ഇഡ്ഡലിക്ക് ഞാൻ എണിച്ചപാടില്ലെങ്കിൽ 4 മണിക്ക് എണിച്ചിട്ട് നിസ്കരിച്ച് പിന്നെ കുറച്ച് എൻ്റെ പാക്കിംഗ് എല്ലാം ഇരിക്കുന്നു. പച്ചപ്പയർ ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലോ ബിസിനസ്സിൻ്റെ ചെറുതൊരു ബിസിനസ് ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ 5 മണിയാണ്. 5 മണിയായ പിന്നെ സുബഹി നിസ്കരിച്ചിട്ട് കുറച്ച് ചായ വെച്ച് കുടിക്കും ഞാനും മോളും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഓളും പോവും. 5:45 ഞങ്ങൾ പോകുന്നു. ഒരു 5-6 റുപ്പീൻ്റെ ഓർഡർ ഇരിക്കുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അത് വരുന്ന മുന്നേ എന്നെ കുറച്ച് ഇത്ര വേണോ ചൊല്ലിട്ട് അപ്പോൾ എല്ലാം പാക്കിങ് ആക്കിയിട്ട് ഓർഡർ കുറച്ച് ജാവന്നെ പാക്കാക്കിയിട്ട് വെക്കും. പിന്നെ കുറച്ച് 4 മണിക്ക് എണിച്ചിട്ട് പാക്കാക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടെല്ലാം വന്നിട്ട് 6:20 ഞാൻ പുറക്ക് തിരിച്ചെത്തും. ഒരു ലൈൻ ഇങ്ങനെ പോയിട്ട് വരും. തിരിച്ചെത്തിയിട്ട് ഇഡ്ഡലിയെല്ലാം ജാവന്നെ അരച്ച് വെച്ചിന്. അങ്ങനെ ഇഡ്ഡലിയെല്ലാം കൂട്ടിയാക്കുന്ന നോക്കി ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അങ്ങനെ എന്താക്കുന്ന പിന്നെ ഇഡ്ഡലിയെല്ലാം ആക്കിയിട്ടുണ്ടല്ലേ. ഇത് ഞാൻ ഒരു ഇഡ്ഡലിക്ക് ഒരു തേങ്ങേൻ്റെ പാലാക്കുന്നത്. ഇതിപ്പോൾ ചക്കര പൊടി ഞാൻ ഇട്ടത്, ചക്കരൻ്റെ പൊടിയത്. അങ്ങനെ കുറച്ച് ഉപ്പ് പൊടിയെല്ലാം ഇട്ട് ഒരു 2 ഏലക്ക ഇട്ട് അരച്ച് മിക്സിയിലിട്ടിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ അരച്ചങ്ങനല്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള തേങ്ങാപ്പാൽ റെഡിയാകുന്നില്ല. അതെല്ലാവർക്കും അറിഞ്ഞു തന്നെ. അങ്ങനെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയും റെഡിയായി. അതിനെ ഞാനെല്ലാം റെഡിയാക്കിയിട്ട് പാത്രത്തിലിട്ടിട്ട് മൂടിയിട്ട് വെക്കുന്നത്. അപ്പോൾ മോളൊരു 10 മിനിറ്റ് ഉറങ്ങുന്ന നിന്നിട്ട് കിടന്നിന്. അങ്ങനെ ഞാൻ എന്താക്കുന്നത്, എനിക്ക് ഇതെല്ലാം ആയിട്ടാകുമ്പോണ്ടല്ലേ പിന്നെ മോൾ എണിച്ചിട്ടാവണമല്ലോ നാഷ്ടാക്കാൻ. അപ്പോൾ ഞാൻ ഓളോ എണിച്ചപ്പോൾ നാഷ്ടെല്ലാം ഓളോ ഒരു 10 മിനിറ്റ് ഉറങ്ങിയിട്ട് എണിച്ച് പിന്നെ നാഷ്ടെല്ലാം ആക്കുന്നതല്ല. അങ്ങനെ എൻ്റെ ഇഡ്ഡലിയും പാലെല്ലാം ആക്കി വെച്ചിട്ട് പെട്ടെന്ന് കുറച്ച് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് ബാക്കി വെച്ചിട്ട് പോയിന് പാക്കിങ്ങിൻ്റെത് നേരം പോകുന്നതിലേക്ക്. അപ്പോൾ അതിനെ ഞാനിപ്പോൾ പാക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇങ്ങനെ വെച്ചെങ്കിൽ പിന്നെ അത് കുടിച്ചിട്ട് കുറയാണ്. അപ്പോൾ നാളേക്ക് അതിനെ കൊടുക്കാൻ കഴിയില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിനെ പാക്കാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ നാളെ കൊടുക്കാൻ കഴിയും ചൊല്ലിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലേ. രണ്ടാമത് എനിക്ക് ഇത് ഈ പണി ആണോ പുരൻ്റെ പണിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ക്ലീൻ ആണോ, പിന്നെ കുളിക്കണം നിസ്കരിക്കണം. അതുപോലെ ഉച്ചക്കത്ത് നല്ലൊരു ബിരിയാണി അടിപൊളി ബിരിയാണി ഉണ്ടാക്കിന് ഞാനിന്ന്. അപ്പോൾ ബിരിയാണിയും ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ഞങ്ങൾ ചെല്ലെങ്കിൽ ചെറുതായിട്ട് 3 ആളുള്ളത്, ഞാനും കുട്ടികൾ മാത്രം. അപ്പോൾ കുറേ അങ്ങനെയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലേ, ചെറുതായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ബിരിയാണിയിലായ പിന്നെ ഞാൻ കുളിച്ചിട്ട് നിസ്കരിച്ച് കുറച്ച് നേരം ഇങ്ങനെ എണിച്ചിട്ട് പിന്നെ വന്നിട്ട് ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാം. ഇതുണ്ടല്ലോ പാക്കിംഗ് മിഷൻ. ഇത് ഈ മിഷൻ്റെ വേറെല്ലാം ഞാൻ ഇത് വായിസ് കട്ടാക്കിനെ. അപ്പോൾ ആ മിഷൻ്റെ ഒരു ചെറുതായിട്ടൊരു വായിസ് നിങ്ങൾക്ക് വായിസ് ഇട്ടിന് അത്ര ജാഗയിൽ എന്തിനറിയോ മിഷൻ്റെ സൗണ്ടൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. എല്ലാവർക്കും അറിയുന്നതായിട്ടിരിക്കും, എങ്കിലും ഒന്ന് കാണിച്ചതിന്. ഇപ്പോൾ എൻ്റെ ബിരിയാണി എത്ര ഞാൻ ബിരിയാണി വെക്കുന്നല്ലോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചെറുതായിട്ട് ഞാനൊരു ബിരിയാണി ആക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ്റെ ബിരിയാണി ആവും. അപ്പോൾ ഞാനുണ്ടല്ലേ ഇഞ്ചും പച്ചമുളകും പിന്നെ വെള്ളുള്ളി പിന്നെ ഇത് കൊത്തമ്പരി ചപ്പ് പുതിന ചപ്പ് കുറച്ച് നല്ല മുളക് ഇടിയും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്. അപ്പോൾ തണ്ണിയൊന്നും വീത്തുന്നില്ല ഞാനിതിലേക്ക്. അങ്ങനെ കുറച്ച് തരി ആയിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചിട്ട് എടുക്കുന്നത്. 2 ചുറ്റി തിരിച്ചിട്ടാകുമ്പോൾ പൊടിയാണല്ലേ. അപ്പോൾ തണ്ണിയൊന്നും വീത്താതെ അങ്ങനെ പൊടിയാക്കിയിട്ട് എടുക്കുന്നത്. ബിരിയാണിക്ക് തണ്ണിയെല്ലാം വീത്തിട്ട് അടിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ മണം ഓവറായിട്ട് അത്ര ടേസ്റ്റ് ആകുന്നില്ല ബിരിയാണി. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിയാക്കിയിട്ട് എടുത്തത്. ഇനിയിപ്പോൾ പിന്നെ കുറച്ച് ഫ്രൈ ആക്കുന്ന തേങ്ങെണ്ണെല്ലാം ഇട്ട് ഉള്ളി ഫ്രൈ ആക്കിയിട്ട് പിന്നെ അത് പൊടിയാക്കിയിട്ട് വെച്ചെണ്ണെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ. കുറച്ച് നേരം ചില്ലിയിട്ട് കുറച്ച് ചോക്കുന്നത് വരെ ഉള്ളി ഞാൻ അങ്ങനെ വയറ്റിയിട്ട് എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഞാൻ അതിലേക്ക് ഈ ചെറുതായിട്ടുള്ള ടൊമാറ്റോ ഇത് 4 ഉണ്ടിൽ അതിനെ ഇട്ടിട്ട് വയറ്റിയിട്ട് പിന്നെ ചിക്കനെല്ലാം കയറ്റി ക്ലീൻ ആക്കിയിട്ട് വെച്ചിന്. 1 കിലോ ചിക്കൻ്റെ ബിരിയാണി ആക്കുന്നു. അപ്പോൾ ബിരിയാണീൻ്റെ അരി ചെല്ലെങ്കിൽ ദാവത്തിൻ്റെ അരി എടുത്തിന്. അപ്പോൾ നല്ല നീണ്ട ചോറ്, എനിക്കത് ഭയങ്കര ഇഷ്ടം നീണ്ട ചോറ്. ഒരാൾക്ക് ചെറിയ അരിൻ്റെ ചോറ് ഇഷ്ടം, എനിക്ക് വലിയ അരിൻ്റെ ചോറ് ഇഷ്ടം. നല്ല നീളത്തിൽ കാണുമ്പോൾ തന്നെ കൊസിയാണ്. അപ്പോൾ അടിപൊളി ബിരിയാണി അതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കാനും ഷെയർ ആക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ആക്കാനും മറക്കണ്ട. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ചിക്കൻ മസാല ഇട്ട് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് അതുപോലെ ഇനി കുറച്ച് കസൂരി മേത്തി ഇട്ടിന്. കസൂരി മേത്തി ഇട്ടെങ്കിൽ മാത്രം ബിരിയാണീൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം വെന്തിട്ടായ പിന്നെ അപ്പുറത്ത് തന്നെ ചോറും വെച്ചിന് ഗ്യാസിൽ ഒക്കെ തന്നെ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണുന്നല്ല കുരിയൊക്കെ ചോറും തോണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ട് രണ്ടാമതും ഇട്ട് ഇനി ഞാൻ ഒരു 25 മിനിറ്റ് ഇങ്ങനെ വെക്കുന്നത്. ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ. പിന്നെ കുളിച്ചിട്ട് നിസ്കരിച്ചിട്ട് ഓതിട്ടെല്ലാം ആയിട്ട് വന്നിട്ട് ഇതിൻ്റെ ദമ്മ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന അടിപൊളി ബിരിയാണി. അതേപോലെ നിങ്ങൾ ട്രൈ ആക്കി ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കി ഷെയറാക്കി പുതിയ ആൾമാരായെങ്കിൽ എന്തായെങ്കിലും എൻ്റെ വീഡിയോക്ക് സപ്പോർട്ടാക്കി
നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വീഡിയോ മുന്നേക്ക് പോകാൻ പറ്റൂ. അത്ര തന്നെ. ഇതിൻ്റെ മീത്തൊക്കെ കുറച്ച് നെയ്യും ഇട്ടിട്ട് ഒരു 25 മിനിറ്റ് അങ്ങനെ ഗ്യാസ് ചെറുതാക്കിയിട്ട് വെച്ചങ്ങ് മതി. അപ്പോൾ നല്ലൊരു ബിരിയാണി റെഡിയാവും. അപ്പോഴേക്ക് മോനും പള്ളിയിൽ നിന്ന് വരുമ്പോൾക്ക് എൻ്റെ കുളിയും അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ചോറിൻ്റെ ദമ്മെടുക്കും. എന്നിട്ട് ചോറ് ബേക്കും. ഇപ്പോൾ ഞാൻ ചോറ് ബേക്കാൻ കഴിഞ്ഞത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതിനൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.